മക്കളെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എൻ്റെ പൊന്നുമക്കളെ, എനിക്കിന്ന് വയ്യായിരുന്നു, തലവേദനയായിരുന്നു കേട്ടോ. ഇന്ന് എൻ്റെ മോളെ ഞാൻ കോളേജിൽ പറഞ്ഞു വിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇന്ന് ബാങ്കിലൊക്കെ പോകണമായിരുന്നു. ബാങ്കിൽ പോയി എൻ്റെ അക്കൗണ്ട് കട്ടായി പോയെന്ന് പറഞ്ഞു കേട്ടാ. അതെന്തോന്നറിയാൻ ചെന്നതാണ്. അവിടെ ചെന്നപ്പോൾ അവർ ATM പൈസ പിടിക്കും കേട്ടാ. 1236 രൂപയായി എനിക്ക് എൻ്റെ ATM അവർ ATM പൈസ പിടിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവരിന് എൻ്റെ കുടുംബശ്രീയുടെ എന്തെങ്കിലും ആയിരുന്നുകൊണ്ട് ചിലപ്പോൾ കട്ടാക്കിയതാണ്. അതൊന്നുമല്ല, ആ പൈസയൊക്കെ അടച്ച്. അപ്പോൾ നമ്മളവിടെ അങ്ങനെ ചെന്നപ്പോഴാണ് ഒരു ചേച്ചി അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നത് കേട്ടാ. എൻ്റെ പ്രായമുണ്ട്. സത്യം പറഞ്ഞ് എന്നെ ഇച്ചിരി നോക്കിയിട്ട് പറഞ്ഞ്, ചേച്ചിയിൽ യൂട്യൂബ് ചെയ്യുന്ന എവിടെ ആയൂരൊക്കെ? ഞാൻ പറഞ്ഞ ആന്ന് കണ്ടതിൽ ഭയങ്കര സന്തോഷമെന്ന് പറഞ്ഞ് ഒത്തിരി സ്നേഹമായി കേട്ടാ. എന്നെ ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞ്, സംസാരം കൊള്ളാമെന്ന് പറഞ്ഞ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ബാങ്കിൽ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആശുപത്രിയിൽ പോയി. ആന്ധ്ര ആശുപത്രിയിൽ ചെന്ന് തുണ്ടെടുത്ത്, അങ്ങനെ നമ്മൾ തുണ്ടെടുത്ത് ഡോക്ടറെ അടുത്ത് വിളിക്കുമല്ലോ, ആ ഡോക്ടറെ അടുത്ത് റൂമിലോട്ട് വിളിക്കാൻ നേരത്താണ് അവിടെ ഡോക്ടർ അപ്പോഴില്ലായിരുന്നു കേട്ടാ. അപ്പുറത്തോളം കണ്ട് പോയതാണെന്ന്. അയ്യോ നേഴ്സ്, ഒരു കൊച്ച്, അത് നമുക്ക് ഇഷ്ടപ്പെടും. എൻ്റെ മോടെ പ്രായമേ ഉള്ളൂ തോന്നുന്നു. എന്തോ സ്നേഹം ചേച്ചി. പിന്നെ സത്യം ചേച്ചിയുടെ വീഡിയോ നമ്മൾ കാണും, ചേച്ചി യൂട്യൂബിലുള്ള ഇല്ലേ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി ചേച്ചിയെ. സത്യം പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ ഡോക്ടറെ കാണാൻ ചെന്നതൊക്കെ മറന്ന് അവ ഭയങ്കര കാര്യം പറച്ചിലായിരുന്നു. പിന്നെ പുറത്തിരുന്ന് എൻ്റെ മോളെയും കൂടെ വിളിച്ച് പിന്നെ അമ്മയുടെ ഫാനാന്ന് പറഞ്ഞ് എനിക്ക് ഒത്തിരി ഇഷ്ടമായെന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ്. കുഞ്ഞിൻ്റെ പേരത്തിനെന്ന് പറഞ്ഞ് അച്ചു മോളെ പിന്നെ അച്ഛനും അമ്മേനൊക്കെ തിരക്കിയെന്ന് പറയണം. മോളെൻ്റെ വീഡിയോ കാണണം. പിന്നെ ആങ്ങളെയും ചേച്ചിമാരുണ്ടെങ്കിൽ അവരൊക്കെ പറയണം എൻ്റെ അന്വേഷണം. എല്ലാവരെയും തിരക്കി. പിന്നെ അതെന്ന് വെച്ചാൽ ബാങ്കിൽ വെച്ച് കണ്ട ആ ചേച്ചിയുടെ മക്കളെടുത്ത് ഞാൻ മക്കളെയൊക്കെ തിരക്കിയിട്ടുണ്ട്. എല്ലാവരെയും തിരക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും എനിക്ക് തോന്നി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയെടുക്കുകയൊക്കെ ചെയ്യാൻ അറിയാം. പക്ഷേ പൂജ പറയാം ഇതാണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഒത്തിരി സന്തോഷമായി കേട്ടോ. പിന്നെ ഇവിടെ വന്ന് സത്യം പറഞ്ഞാൽ ഒരു രണ്ട് ഗുളിക എടുത്ത് കഴിച്ചിട്ട് കിടന്ന് ഞാൻ 5-5:30 മണിക്കാണ് എണ്ണിക്കുന്നത്. അത്രയ്ക്ക് ക്ഷീണമായിപ്പോയി. എൻ്റെ കണ്ണും മുഖമൊക്കെ ഉണ്ടെന്ന് നീരൊക്കെ ആയിരുന്നു രാവിലെ. 2 ദിവസം കൊണ്ടേ ഉണ്ട് തലവേദന. അപ്പോൾ ഒത്തിരി കുളിച്ചിട്ടൊക്കെ വന്ന് ഇപ്പോൾ അതൊക്കെ ഇത്തിരി മാറി. എൻ്റെ മോളായിരുന്നു ഇവിടുത്തെ ജോലിയെല്ലാം ചെയ്ത്. പിന്നെ രാവിലെ നമ്മൾ ഇവിടുന്ന് കാപ്പി അപ്പം ഉണ്ടാക്കി വെച്ചിട്ട് പോയി, കഴിക്കാൻ നിന്നില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് വൈകിട്ട് കഴിക്കാമെന്ന്. എൻ്റെ അണ്ണൻ പണിക്ക് പോയിട്ട് വന്നിട്ട് കടയിൽ കയറിപ്പോയി. മോൻ പിന്നെ കടയിൽ പോയി. പിന്നെ എല്ലാവരെയും ഞാൻ തിരക്കി. എല്ലാവരും എന്നെയും തിരക്കുന്നുണ്ടെന്നറിയാം. പിന്നെ വിശേഷങ്ങളൊക്കെ എന്തുകൊണ്ട് കുഞ്ഞുങ്ങളെ, എൻ്റെ പൊന്നുമക്കളെ, എനിക്ക് ആരോടെ ഒരു കുറവില്ല. പിന്നെ എപ്പോഴും പറയും ഇതിന് അങ്ങനെ പറയുന്നതിന്. പിന്നെ അങ്ങനെ പറഞ്ഞു പോകുന്നതാ മോനെ, ക്ഷമിക്കുക കേട്ടാ. ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ഞാൻ തിരക്കിയിട്ടുണ്ട്. ശരി മക്കളെ, നമുക്ക് നാളത്തെ വീഡിയോ കാണാം കേട്ടാ.